നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യമത്തെ നമുക്ക് നാളത്തെ പ്രൊമോ ഇപ്പൊ വന്നിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ത്യാഗി ഉണ്ട്. അത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ഡ്രസ്സിന് വേണ്ടിയിട്ടൊക്കെ ത്യജിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് പണിപ്പുര ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അവിടെ രണാസുനെ ഇരുന്ന് കരയുന്നുണ്ട്. രണാസുനെ പുറത്താക്കിയ ത്യാഗിയാക്കിയ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അറിഞ്ഞൂടാ. എന്തോ ഒരു ട്വിസ്റ്റ് നാളെ ഉണ്ട്. ഒന്നും അറിഞ്ഞില്ല. നാളെ തന്നെ നമുക്കത് അറിയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് ഇതുവരെയുള്ള നിലവാരം എന്താണ് അവർ ബിഗ് ബോസിലെ വീട്ടിൽ ഇതുവരെക്കായിട്ടും കൊടുത്തത്, അവരുടെ ഗ്രാഫ് എത്ര താഴോട്ടാണോ മേളിലോട്ടാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതുവരെയുള്ള അവരുടെ പെർഫോമൻസ് വെച്ച്. ഓക്കെ, ഷാനവാസ് ഇപ്പൊ 2 ദിവസം കൊണ്ട്, ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കത്തി സ്ക്രീൻ സ്പേസ് കൊണ്ടുപോയത് ഷാനവാസ് ആണ്. ഷാനവാസ് ഇതുവരെ കുറച്ച് ബാക്ക്വേർഡ് ആയിട്ട് നമുക്ക് തോന്നി. എന്ന് വെച്ചാൽ പിന്നീട് കണ്ടില്ല എന്നല്ല, ഇന്നലെ ഈ പറയുന്ന അപ്പാനിയുമായിട്ടുള്ള വിഷയത്തിന് ശേഷം ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഈ പറയുന്ന ഷാനവാസിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്ന് ഭയങ്കര ഡോമിനന്റ് ആയിട്ടാണ് ഷാനവാസ് കളിക്കുന്നത്. വെച്ചാൽ ഇതുവരെ എന്നെ ബാക്കിൽ നിന്ന് അടിച്ചാല് കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയവനെതിരായിട്ട് അടിക്കാനുള്ള ഒരു ആയുധം എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ എന്താണ് അതിനുശേഷം ഈ പറയുന്ന അപ്പാനിയുടെ കേസ് ഇതിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പാനി ഇതിന്റെ നിരന്തരം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താ കണ്ടത്, നിരന്തരം എവന്റെ അടുത്ത് കയറി നീ ക്ഷമിക്കൂ മാപ്പ് എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കാനൊക്കെ പോകുന്നു. ഇത്രയും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടു, അത്രേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഇങ്ങനെയാണ്, നീ കാണുന്നതിന്റെ പ്രശ്നമാണ് എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല. നീ പോയി പറയണം, എന്റെ തെളിവുണ്ടെങ്കിൽ എടുത്ത് വെളിയിലിടണം എന്ന് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ചങ്കൂറ്റത്തോട് പറയാൻ എന്തുകൊണ്ട് അപ്പാനിക്ക് കഴിയുന്നില്ല? ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ എനിക്കറിയത്തില്ല. ഇനി ഇവന് വേറെ ഏതെങ്കിലും വിഷയം അല്ലെങ്കിൽ ഇവന്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പുറത്താക്കുന്ന അല്ലെങ്കിൽ വീട്ടുകാരിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ബിൻസി അല്ലാതെ വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലാതെ ഇത്രയും ഈ പറയുന്ന ഷാനവാസിന്റെ ബാക്കിൽ നടന്നിങ്ങനെ കെഞ്ചാന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഷാനവാസ് അതിനുശേഷം ഭയങ്കര ഡോമിനന്റ് ആണ്. ആരെയും വിട്ടുകൊടുക്കുന്നത്, ഇന്നത്തെ രാവിലെ ആയിക്കോട്ടെ ഇന്നത്തെ ടാസ്കിലായിക്കോട്ടെ എല്ലായിടത്തും കിടിലമായിട്ട് സംസാരിക്കുകയും എല്ലാവരും അടിച്ചിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് അനീഷ ഒരു പരിധി വരെ ഇപ്പം അപ്പാനിയുടെ അടുത്ത് എന്ന് അനീഷ പറയുന്നുണ്ട്. അല്ല സോറി, പിന്നെ ആരെടുത്ത്, നമ്മുടെ ഷാജഹാന്റെ അടുത്ത്, സോറി ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന, എന്താണ് ഞാൻ നീയുമായിട്ടുള്ള ബന്ധം വിട്ടു. ആ ലെവലിലേക്ക് പോയി അനീഷ് ആ ലെവലിലേക്ക് പോയി. ഷാനവാസ് അവിടെ സ്കോർ ചെയ്യുകയാണ്. അപ്പാനിയൊന്നും അടുത്ത് വരുന്നില്ല. ഇന്ന് അക്ബറുമായിട്ടുള്ള ഫൈറ്റിൽ അക്ബറിന്റെ നെഞ്ചത്തോട് ചേർന്ന് തോളിട്ടൊരു തട്ടൊക്കെ കൊടുത്ത് വാടാ എന്നുള്ള രീതിയിൽ പോയിന്റ് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഷാനവാസ്. മനസ്സിലായോ? ഈ അപ്പാനിയുടെ കേസ്, അപ്പാനി ആ കൂടി പിന്നീട് തകർന്നിരിക്കുകയാണ്. ഇന്ന് കൺഫഷൻ റൂമിലേക്ക് വന്നിരുന്നുകൊണ്ട് വന്നിരുന്ന് കരയുന്നുണ്ട്. എന്റെ ഭാര്യ ഗർഭിണിയാണ്. എന്തിനാണ് ഈ കാർഡിങ് നടക്കുന്നത്? കുറെ വന്ന ദിവസം കൊണ്ട് പറയാൻ എന്റെ ഭാര്യ 4 മാസം ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ സംസാരം കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. അതിന് മാത്രം ഇവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കുറച്ച് മുമ്പാണ് പറഞ്ഞത് എന്റെ ഭാര്യ എനിക്കറിയാം, ഞാൻ എവിടെ പോലും എന്ത് റിലേഷൻ ഉണ്ടാക്കും, ഭാര്യയ്ക്ക് അതൊന്നും വിഷയമില്ല എന്നൊക്കെ പറഞ്ഞ അപ്പാനി ഇപ്പൊ എന്തിനു കരയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമല്ല, ഭയങ്കര ഫേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. നമ്മൾ ആദ്യമൊക്കെ വളരെ ജെന്യൂൻ ആയിട്ട് തോന്നിയെങ്കിലും ഈ പറയുന്ന ഷാനവാസിന്റെ കൂടെ എനിക്ക് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് പോയിട്ടിരുന്ന് ഇവനെ കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട്. അനുമോളുടെ അടുത്ത് എല്ലാം മാപ്പ് കൊടുത്തിട്ട് കുറച്ചപ്പുറത്ത് നിന്ന് ഈ പറയുന്ന അക്ബറുമായി ചേർന്ന് കുറ്റം പറയുക. ഇതായത് ഷാനവാസ് ഈ അപ്പാനിയെ കുറിച്ച് പറയുന്നതെല്ലാം 100% സത്യമാണ്. നീ ഇതൊക്കെ പറയും, എന്നെയൊക്കെ എനിക്കറിയാം, നീ ഇവിടെ പറഞ്ഞിട്ട് നീ എന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് എനിക്കറിയാമെന്ന് ഷാനവാസ് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. എന്നിട്ട് ഷാനവാസ് ഡയറക്റ്റ് കേൾക്കുന്നില്ല, പക്ഷെ ഷാനവാസ് കൃത്യമായിട്ട് ഇവനെ റീഡ് ചെയ്യുന്നുണ്ട് അപ്പാനിയെ. അപ്പൊ അപ്പാനിയുടെ ഗ്രാഫ് അതുപോലെ ഒരു നെഗറ്റീവിലേക്കാണ് അപ്പാനി പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പിടിക്കാത്തത് ഭയങ്കര പരദൂഷണം. പെണ്ണുങ്ങളെക്കാളും അപ്പുറം ഒരു അയൽക്കൂട്ടത്തിനേക്കാളും അപ്പുറം പരദൂഷണം അവിടെ ഇരുന്ന്. അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും മെയിൻ ആയിട്ട് മറ്റൊരാളും കൂടി ഉണ്ട്. ആര്യന്റെ കേസും കൂടി പറഞ്ഞു പോവാം. ആര്യൻ ഇവരെയൊക്കെ ഇപ്പൊ അപ്പന്മാരാണ്. ആര്യൻ ഇപ്പൊ ഇരുന്ന അളപ്പാണ്, അളന്ന് തള്ളയാണ്. ഇന്ന് ഈ പറയുന്ന അനിമോൾ അവിടെ ഇരുന്ന് പിന്നെ പല്ല് വയതിന് ചുണ്ട് പൊട്ടി എന്തോ കേസ് ഇങ്ങനെ ക്യാമറയിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് അന്ന് പരദൂഷണം പറഞ്ഞു. കണ്ടുകൊണ്ട് അവളെ ക്യൂട്ട്നെസ് കണ്ട മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയാണ്. അതുമല്ല ഇവനാണ് ഈ അപ്പാനിയും ഈ നമ്മുടെ അനിമോളെയും വിളിച്ചു കൊണ്ടുവന്ന് അതൊന്ന് സോൾവ് ആക്കാൻ വേണ്ടി ശ്രമിച്ചത്. അനിമോൾ പറഞ്ഞത് വലിയൊരു തെറ്റാണെന്ന് അനിമോൾക്ക് തോന്നിയതുകൊണ്ട് അനിമോൾ കാല് പിടിച്ചു. അതിനെ വരെ ആക്കുന്നുണ്ട് അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഈ ആര്യനെ കുറിച്ച് മനസ്സിലാക്കിയത്,
പിന്നെ എന്താ പറയുക, വളരെ ആധികാരികമായിട്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും, ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ ഇതാണ് ഐഡിയ, ഞാൻ പറഞ്ഞുതരാം ഇവൻ പറയുന്നത് പരമ മണ്ടത്തരമാണ് അവൻ പറയുന്നത്. എന്നിട്ട് വലിയ ആള് ചമഞ്ഞങ്ങിരിക്കും. അവന്റെ ആ കൂടി ഒരേ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കുകളിൽ കിടിലമായിട്ട്, കാരണം ചെറുപ്പമാണ്, അതിനുള്ള പിന്നെന്തിനാ ചുറുചുറുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ചെറുപ്പമുള്ള വേറെ പയ്യന്മാരും ഇല്ലാത്തത് കൊണ്ട് കൊള്ളാം. മൂക്കില്ലാ രാജ്യത്ത് മുറിമുഖ രാജാവ് എന്ന് പറഞ്ഞ പോലെ കൊള്ളാം. അല്ലാതെ പോയിന്റ് പറയാനൊന്നും അറിഞ്ഞൂടാ. ഈ ക്യാപ്റ്റൻ പറയില്ലേ, ആവശ്യമുള്ളവർ തിന്നട്ടെ, കിച്ചണിലെ കേസും പറയണം, ആവശ്യമുള്ളവർ തിന്നു. ആഹാരത്തിന് കണക്ക് പറയും, ആഹാരത്തിന് കണക്ക് പറയും. ഇത് ബിഗ് ബോസ് ആണ്, ആഹാരത്തിന് കണക്ക് പറയുമ്പോൾ ഇഷ്ടമുള്ളവർ തിന്നട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ മണ്ടത്തരങ്ങളായ കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ പറയുന്ന ആര്യൻ. പരദൂഷണ കമ്മിറ്റിയിൽ ഇവൻ ഇപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ഈ പറയുന്ന ആര്യൻ. അനീഷിനെ ഒരു പരിധി വരെ അനീഷിനെ ലാലേട്ടൻ അടക്കം ഒന്ന് ഒതുക്കി. അതായത് ഞാൻ പറഞ്ഞു പറഞ്ഞ ഇന്നാണ് അനീഷ് ഒന്ന് മാറി വന്നത്. കാരണം ഇവരെന്ത് ചെയ്തു, അനീഷിനെ മുമ്പ് അനീഷ് എന്തായിരുന്നു, ഇവരുടെ എല്ലാം കണ്ണിലെ പൊടിയായിരുന്നു, കണ്ണിലെ കരടായിരുന്നു. എന്ത് കഴിഞ്ഞതും അനീഷിനെ വോട്ട് ചെയ്ത് അനീഷിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുക. അനീഷിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കും തോറും അനീഷിന് എന്ത് വോട്ട് കൂടിക്കൊണ്ട് വരും. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അനീഷിനെ അവരെന്ത് ചെയ്തു, എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ടൊന്നും ചെയ്യുന്നില്ല. ഇന്നലെ ഈ പറയുന്ന എന്താണ് നോമിനേഷൻ വന്നപ്പോൾ അനീഷിന് ഒരൊറ്റ വോട്ട് പോലും കിട്ടിയില്ല. അത് യഥാർത്ഥം പറഞ്ഞാൽ അനീഷിന്റെ വിജയമല്ല അവിടെ, അത് അനീഷിന്റെ പരാജയമാണ്. നിങ്ങളായിരിക്കും അത് അനീഷിന്റെ വിജയം അല്ല, അത് അനീഷിന്റെ പരാജയമാണ്. കാരണം അനീഷിനെ അവിടെ പിടിച്ചിട്ട് അനീഷിന് ഇപ്പം വാതിറക്കാൻ പറ്റുന്നില്ല. അനീഷ് ഇപ്പൊ അവരുടെ അടുത്ത് എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് കയറി ഹെഡ് ചെയ്യുന്നില്ല. അങ്ങോട്ട് കയറി അനാവശ്യമായിട്ട് പിന്നീട് ഹെഡ് ചെയ്യുന്ന ആവശ്യത്തിന് ഇപ്പം എന്തെങ്കിലും പറഞ്ഞ് തപേനങ്ങ് നിർത്തുന്നു. നമ്മളിതൊക്കെ പറയുമെങ്കിൽ അവന്റെ ആ ഒരു സംഭവം കൊണ്ടാണ് ആൾക്കാർ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇപ്പൊ ഇവര് കൂടുതൽ ഇവനെ കയറി സ്നേഹിച്ചാലേ ഇവർക്ക് ശരി ഓക്കെ എന്ന് പറഞ്ഞുകൊട്ടെ. ഇതേ അബദ്ധം തന്നെയാണ് നമ്മുടെ അഭിക്ക് പറ്റിയത്. അഭിയും ഇതേപോലെ തന്നെയാണ്. അനീഷിന്റെ കേസ് പറഞ്ഞിട്ട് നമുക്ക് അഭിയെ പറയാം. പക്ഷെ അനീഷ് ഇന്ന് ആ ഒരു ബോർഡറിൽ നിന്ന് മാറിക്കൊണ്ട് കുറച്ച് ആക്റ്റീവായി കുറച്ച് കാര്യങ്ങളിൽ ഇടപെടുകയും അതിനെ അനീഷ് ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്ന ഈ ഷാനവാസിന്റെ ഏത് കേസ് വന്നാലും ചുമ്മാ ഷാനവാസിന്റെ അടുത്ത് കയറി ചൊറിയാൻ വേണ്ടി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. അതൊരു വേറെ ആരുടെ വലുതായിട്ട് ഉടക്കുന്നതായിട്ട് കാണുന്നത്, ഷാനവാസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ കൂടുതൽ സ്നേഹം വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ ആരും നോമിനേറ്റ് ചെയ്യുന്നില്ല എന്ന് അറിയുമ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ ഡേഞ്ചർ സോണിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത അക്ബർ ഖാന്റെ കേസ് കൂക്കട്ടാണ്, ഭയങ്കര കൂക്കട്ടാണ്. പറയുന്ന വാക്ക് അക്ബറിന്റെ ഒരു സ്ട്രോങ് പോയിന്റ്, ടപ്പേനെ കാര്യങ്ങൾ എടുത്ത് അടിക്കാൻ അറിയാം. ഭയങ്കര സ്ട്രോങ് ആണ്. ഈ പറയുന്ന എന്താണ് ടാസ്കിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും. പക്ഷെ ഈ അക്ബറിന്റെയും ഒരു മെയിൻ എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന അനുമോള്, ഈ പറയുന്ന ഷാനവാസ്, ഈ രണ്ടുപേരാണ് മെയിൻ ആയിട്ടുള്ള എതിരാളി. അതുപോലെ തന്നെ അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഏത് വൃത്തിയായിട്ട് കളിയും കളിക്കും. അതുപോലെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലെ പരദൂഷണമാണ്. വന്നിരുന്ന് ചാടി ഇരുന്നുകൊണ്ട് ഓരോരുത്തരെ അളന്ന് വിടും, അവളെ നോക്കി അളന്ന് വിടും, എവളെ അളക്കും, അവരെ കുറ്റം പറയും. ഇതാണ് ഇവരുടെ മെയിൻ. പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ മാനിപ്പുലേഷൻ, എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്ന് മറ്റുള്ള ഗ്രൂപ്പിൽ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഇവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അക്ബറിന്റെ ഒരു സംഭവം. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിയിലേക്കാണ് അക്ബർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അഭിഷേകിന്റെ കേസ് ഞാൻ പറഞ്ഞു. അഭിഷേക് ഇതുപോലെ അനീഷിനെ പോലെ വന്ന് എന്താ അഭിഷേകിന്റെ കേസ് എന്ന് പറയുന്നത് ഒറ്റ എണ്ണം അവന് എഗൈൻസ്റ്റ് ആയിട്ട് ഒരൊറ്റ വോട്ടും പോലും ചെയ്യില്ല. ആദ്യ ദിവസങ്ങളിൽ കൊള്ളാവുന്ന ലാലേട്ടനും വന്ന് അവനെ പൊക്കത്തി അതിനുശേഷം അവൻ കമാന്നൊരു അക്ഷരം മിണ്ടൂല, വെറുതെ ഇങ്ങനെ ഇരിക്കും. അത് സത്യം പറഞ്ഞാൽ അത് വോട്ടിൽ നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. വോട്ടിങ് വളരെ കുറവാണ്. ആര് വോട്ട് ചെയ്യും, എങ്ങനെ വോട്ട് ചെയ്യും? ഇവിടെ നമ്മളെ നോമിനേഷനിൽ വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉള്ളവരെ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തേങ്ങയില്ല. ഈ പറയുന്ന അനുമോൾക്ക് എന്തുകൊണ്ടാണ് വോട്ട് കയറുന്നത്? അവരെല്ലാവരും എഗൈൻസ്റ്റാണ് അനുമോൾക്ക്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ അക്ബർ, അനീഷ് ഈ രണ്ടുപേരും ഈ വീട്ടുകാരുടെ ചതിക്കുഴിയിൽ വീണു എന്ന് പറയാം. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അവരെ ഏറ്റവും കൂടുതൽ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ശരി അവന് കിട്ടട്ടെ എന്ന് മൈൻഡ് ഇരിക്കുമ്പോൾ ഇവരുടെ വോട്ട് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതിൽ നിന്ന് ഒരു പരിധി വരെ അനീഷ് കയറി വരുന്നുണ്ട്. പക്ഷെ അബി ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടാണ് അബി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി അനുമോളുടെ കേസ്. അപ്പൊ നമ്മളെ ബിബിയിൽ തന്നെ ഇപ്പൊ നോക്കുന്ന ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് അതിപ്പോ പിന്നെ ഈ പറയുന്ന നമ്മുടെ കണ്ടന്റ് തരുന്ന രീതിയിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രേക്ഷക പിന്തുണ ആയിക്കോട്ടെ, നമ്മുടെ പോളിംഗിലെല്ലാം ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ളത് അനുമോളാണ്. അതേപോലെ അർഹിക്കുന്നു എന്നാണ് എനിക്ക് പറയുന്നത്. നല്ല 100% അർഹിക്കുന്നു. കാരണം ഇവിടെ നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത്. ഈ പറയുന്ന അനുമോൾ ഉണ്ടാക്കുന്ന ഇന്നും ഒരു ഫേക്ക് ആയിട്ടുള്ള കണ്ടന്റുകളല്ല, വളരെ ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റുകളാണ്. അവളെ ഇപ്പൊ അവിടെയുള്ള എല്ലാവരും ഒത്തു ടാർഗറ്റ് ചെയ്യുകയാണ്. അവരെയൊക്കെ വിചാരം അനുമോള് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ് എന്ന് കരുതി കലാഭവൻ സരിക വരെ അനുമോളെതിരായിട്ട് വാളെടുത്ത് വെട്ടുകയാണ്. മനസ്സിലായി? അവിടെ ഒരു തരത്തിൽ ഒറ്റയാനായിട്ട് നിന്ന് കളിക്കുന്നത് അനുമോളാണ്.
ആദ്യം സൈത്യയുടെ കൂട്ടുണ്ടായിരുന്നു. സൈത്യനെ കുറിച്ച് നമുക്ക് പറയാം. സൈത്യയുടെ കൂട്ടുണ്ടായിരുന്നു. ഇപ്പോ സൈത്യ പോലും എന്തൊരു നമ്മുടെ കട്ടപ്പയായിട്ടുണ്ട്, പിന്നെ നല്ല രീതിയിൽ കുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഒറ്റയാനായിട്ട് കളിക്കുന്നത് ഒരാള് ഈ പറയുന്ന അനുമോളാണ്. അനുമോൾ ഒറ്റയായിട്ട് കളിക്കുന്നില്ല. ആരെടുത്തും എന്ത് കാര്യവും ഈ അവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും എന്തു കാര്യം തുറന്നു മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ചങ്കുറപ്പ് ഈ പറയുന്ന അനുമോളിലുണ്ട്. നല്ല രീതിയിൽ പാവപ്പെട്ട വാക്കുകൾ പറയാതിരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കപ്പടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അനുമോളുടെ കേസിൽ. ജിസൈലിന്റെ കേസ്, ജിസൈല് ഭയങ്കര ഈ പറഞ്ഞ അക്ബറിന്റെ കേസ് പറഞ്ഞാൽ ഭയങ്കര ക്രൂക്കറ്റാണ്. ജിസൈല് അവിടെയുള്ള ആൺജനങ്ങളായിട്ട് സ്ത്രീജനങ്ങളായിട്ട് അവരെല്ലാം തന്റെ പാവാട വള്ളികളാക്കാൻ വേണ്ടിയിട്ട് ജിസൈലിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ജിസൈലിന്റെ കഴിവാണ്, മറ്റുള്ളവരുടെ കഴിവുകേടാണ്. മനസ്സിലായോ? എന്ത് തെറ്റ് ചെയ്താലും അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ എടുക്കുക. ഏറ്റവും വലിയ പാവാട വള്ളിയായിട്ട് ഇപ്പൊ വളർന്നു വരുന്നത് ആര്യനാണ്. ക്യാപ്റ്റൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നും ഞാൻ നോക്കുന്നു അവൾക്ക് ഡാൽ ഉണ്ടാക്കണം, മറ്റേ പച്ചക്കറി എനിക്ക് പറ്റില്ല, എനിക്ക് ഡാല് കറി ഉണ്ടാക്കണമെന്ന് ക്യാപ്റ്റനടുത്ത് പറയുന്നുണ്ട്. ക്യാപ്റ്റൻ പറയും നോക്കാം ഇപ്പൊ ശരിയാക്കി തരാന്ന്. എന്ത് ക്യാപ്റ്റനാണ്? ഒരു വേസ്റ്റ് ക്യാപ്റ്റൻ. ഇതുവരെ വന്നതിൽ ഏറ്റവും വേസ്റ്റ് ക്യാപ്റ്റനായിട്ടാണ് എനിക്ക് ഈ പറയുന്ന ആര്യനെ തോന്നുന്നത്. അപ്പൊ ജിസൈലിന്റെ കേസ് പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ എല്ലാം തന്റെ പാവാട വള്ളികളാക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ അവരുടെ അക്യൂട്ട് ഒരു എന്താണ് ഹിന്ദി കലർന്ന അല്ലെങ്കിൽ ഒരു മലയാളം, ആ മലയാളം കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതുപോലെ ടാസ്കിൽ 100% കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഗ്രാഫ് മുകളിലോട്ട് തന്നെയാണ്. പിന്നീട് ടോപ്പ് 5-ലെത്താൻ എന്തുകൊണ്ടും യോഗ്യയാണ്. നിവിന്റെ ഈ പറയുന്ന തമാശകളും അല്ലെങ്കിൽ വേറിട്ട ഒരു കണ്ടന്റ് മേക്കിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, പക്ഷെ ഇപ്പോ അത് കണ്ട് എന്തായി, നമുക്കത് മടുത്തു തുടങ്ങി. ഇനി പുതിയത് എന്തെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിലും ഈ പറയുന്ന നിവിന്റെ ഗ്രാഫ് താഴോട്ട് തന്നെയായിരിക്കും. ഈ പെണ്ണുങ്ങളുടെ കടയിൽ കിടന്ന് വരവുന്ന കേസ് അക്ബർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അത് ഒരിക്കലും എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല. അവന്റെ സെക്ഷുവാലിറ്റി എന്തോ ആയിക്കോട്ടെ, അവന്റെ സെക്ഷൽ പിന്നെ ഓറിയന്റേഷൻ എന്താണെന്ന് അവൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നീ ഒരു ആൺ, നിന്റെ രൂപം എന്ന് പറഞ്ഞ ആണാണ്. അപ്പോ പെണ്ണുങ്ങളടുത്ത് കിടന്ന് വരവുന്നത് അത്ര ശരിയുള്ള കേസ്. പിന്നെ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നീ വരവുകയോ എടുക്കുകയോ എന്തോ ചെയ്തു. രണാസുന സത്യം പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് അവരുടെ വിരോധം കൊണ്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ രേണു സുധി, അതായത് ബിബി ഇപ്പം സീസൺ 7 ആണ്. ഈ 7 വരെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പിന്നെ ഗതികെട്ട ഒരു കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കണ്ടന്റ് തരാതെ ഒരു മത്സരാർത്ഥി ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഈ പറഞ്ഞ എന്ത് ചെയ്തു അങ്ങ് കാണാനില്ല. രേണു സുധി അതിന് അവളെ കുറ്റം പറയുന്നുമില്ല. കാരണം അതിനുള്ള പിന്നെ കെൽപ്പ് അതിനില്ല. അതിനധികം നമ്മളൊരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്ന 1% പോലും ഒരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല. അത് സത്യം പറഞ്ഞാൽ ഈ ബിബിക്ക് അല്ലെങ്കിൽ ബിബി ക്രൂവിന് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയാണത്. എന്തിനാണ് പുറത്ത് സോഷ്യൽ മീഡിയ ഭയങ്കര ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ സോഷ്യൽ മീഡിയ ഫാൻസ് കൊണ്ട് കുറെ PR കൊടുത്ത് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ലാതെ അവിടെ കളിച്ചാൽ ഇപ്പം ഈ പറയുന്ന രണാസുനയുടെ പിന്നെ ഫാൻസ് തന്നെ ആയിക്കോട്ടെ, ഇഷ്ടപ്പെടുന്നവർ തന്നെ അവിടെ അവരെ കാണണ്ടേ? അവർക്ക് നിങ്ങളുടെ മുഖം കണ്ടാലേ അവർ വോട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്നവര് എന്തായാലും കളിക്കുന്നവരെ വോട്ട് ചെയ്യത്തുള്ളൂ. അത് ഇവരുടെ ഫാൻസ് കുറയാനേ ഒരു തരത്തിൽ അത് പിന്നീട് ഉപകരിക്കത്തുള്ളൂ. കാരണം ഒരു വകയും ചെയ്യുന്നില്ല. ഈ കലാഭവൻ സരിക പറയുമ്പോൾ അവിടെ ഇരുന്ന് ചൊറിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ക്യാമറയെ നോക്കി പണ്ടത്തെ സുചേട്ടാന്ന് വിളിച്ച് കരയും, അല്ലെങ്കിൽ മക്കളെ വിളിച്ച് കരയും എന്നല്ലാതെ ഒരു വകയും സത്യം പറഞ്ഞാൽ ഈ ബിബി മലയാളം ചരിത്രത്തിൽ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടിട്ടില്ല. പക്കാ വേസ്റ്റ്. എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതിനെ അവരെ കുറ്റം പറയുന്നില്ല. അതിന് ഈ പറയുന്ന ഇവരെ സെലക്ട് ചെയ്തവരെ കുറ്റം പറയാനുള്ളത്. മനസ്സിലായോ? വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിപ്പോയി. ആദില നൂറ വേസ്റ്റ്. ഒന്നുമില്ല. അവിടെ ഇവിടെ അങ്ങോട്ട് അവിടുത്തെ നിന്നാണ് ഇവിടുന്ന് പറയുന്നു, ഇവിടെ കേൾക്കുന്നു, അവിടെ പോയി പറയുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും ആദിലയും നൂറയും തരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞു കിടക്കുന്നു. എല്ലാ ഗ്രൂപ്പിലും അവരുണ്ട്. രണ ഫാത്തിമ ഇതുപോലെ ഒരു ചൊറിഞ്ഞ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും പറയും ഏജ് ഈ പറയുന്ന ബിഗ് ബോസിന് ഒരു പ്രശ്നമൊന്നുമല്ല, 19 വയസ്സേ ഉള്ളൂ. പക്ഷേ രണാസുനയുടെ പ്രവൃത്തിയിൽ കാണുമ്പോൾ ഏജ് ഒരു വിഷയമാണെന്ന് തോന്നുന്നത്. അത് അത്രയ്ക്ക് കുട്ടിത്വം മാറാത്ത, പിന്നെ ഉത്തരം മുട്ടുമ്പോൾ കോഷ്ടികൾ കാണിക്കുന്ന, ആ കോഷ്ടി കാണുമ്പോൾ ഇവിടെ വെളിയിലാണെങ്കിൽ അടിച്ച് കയറ്റി കൊടുക്കുന്നത്, ആ രീതിയിലുള്ള കോഷ്ടികൾ കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു തരത്തിലും നമുക്കൊരു മാതൃകയായിട്ട് എടുക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ പറയും. ഇന്നത്തെ മിനിഞ്ഞാന്നത്തെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റോറിയിലൊക്കെ പറയുന്നുണ്ട്. എനിക്ക് +1 തൊട്ട് എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയി ബന്ധപ്പെട്ടു. ഇപ്പൊ എനിക്കിതൊന്നും ഞാനൊരു എനിക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു പെൺകുട്ടി അടക്കുകയാണ്. അവള് ഇതുപോലെ കണ്ട് അച്ഛനെ ഇങ്ങനെ അവള് കണ്ടു, അവളിങ്ങനെ. അപ്പൊ ഞാനൊരു +1 ആകുമ്പോൾ ഒരു പയ്യനെ റെഡിയാക്കി നിങ്ങളത് ശരിയാക്കി തരുമെന്ന് വെച്ചാൽ ഒരു തരത്തിലും ശരിയാക്കി കൊടുക്കില്ല. +1 അതിനുള്ള പക്വതയില്ല.
ഇതൊക്കെ മനസ്സിലാകാൻ ഭാവി ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനോ അതിനുള്ള പക്വത ആയിട്ടില്ല. ആ പക്വത ഇല്ലായ്മയാണ് ഇവിടെ കിടന്ന് ഒരു ബഹുമാനം ഇല്ലാതെ മറ്റുള്ളവരൊക്കെ ഇടാ പോടാന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ റെന ഫാത്തിമയോട് എനിക്ക് ഡാഷ് പോട്ട്. അടുത്ത ഒനീൽ സാബു, അവിടെ എവിടെ ഇരുന്ന് ഞാൻ ബുദ്ധിമാനാണ്, കുറുക്കനാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറയുമെങ്കിലും ഈ പറയുന്ന ജിസേലിന്റെ ഒന്നാം നമ്പർ അല്ലെങ്കിൽ ഒരു പാവാട വള്ളിയിൽ ഒരാളാണ് ഈ പറയുന്ന ഒനീൽ സാബു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ബിനി സെബാസ്റ്റ്യൻ അവിടെ ഇവിടെ നിന്ന് കുശുമുണ്ടാക്കി കുഞ്ഞാണി പറയുകയും അവിടെയൊക്കെ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സ്ക്രൂ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ക്രൂക്കട്ടാണ് ബിന്നി. ഈ ബിന്നിയാണ് ഈ പറയുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇവിടെ കൂടാതെ പതുക്കത്തിന് ചൊറിഞ്ഞു കൊടുത്തിന് മതൊക്കെ മാറിയിരിക്കും. അങ്ങനെ ഒരു ചൊറി കണ്ട. പക്ഷെ കണ്ടന്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ട് എന്നുള്ളത് സന്തോഷമാണ്, സന്തോഷം. ഇതുപോലെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കൂട്ടുകാരിയും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായോ? അതും ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. മനസ്സിലായോ? ഒറ്റ ദിവസം കൊണ്ട് ടവേന മാറിയത്. കാലഘട്ടം വന്ന് പറഞ്ഞെന്ന് കരുതി എല്ലാവരും ഈ പറയുന്ന അണിമോളിന് പുറത്ത് നെഗറ്റീവാണ് എന്ന് കരുതി ടബേന ഈ ഒരു കപ്പൽ, അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന കപ്പല് താഴ്ത്തിക്കൊണ്ട് മുക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ അനിമോളാണെന്ന് മുഖത്ത് നോക്കി പറയാം. ഇതുപോലെ ഒരു കട്ടപ്പ. കാരണം കഴിഞ്ഞ വട്ടം അവൾ സർവൈവ് ചെയ്തത് തന്നെ ഈ പറയുന്ന അനിമോളുടെ ഫാൻസിന്റെ വോട്ട് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവമായിട്ട് പറഞ്ഞു കൊടുത്ത് ഇനി കൂടുതൽ അവളെ കൂടെ നിൽക്കേണ്ട, ഇവള് ഒരു ഒന്നാം തരം കട്ടപ്പയാണ്, ഒരു ചതിച്ചയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ വളരെ മോശം സൈറ്റ് കാണിക്കുന്നു. മനസ്സിലായോ? കലാഭവൻ സരിക ഇപ്പൊ ഒരു പരദൂഷണത്തിന്റെ മറ്റൊരു രൂപമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയും ചെന്ന് മാനിപ്പുലേറ്റ് ചെയ്യുക, അവരുടെ ഗ്രൂപ്പിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടിയിട്ട് എന്തും ഒന്ന് പറയുക. ഇവളെ ഈ കലാഭവൻ സരികയാണ് ഒരു പരിധി വരെ സൈത്യയുടെ മൈൻഡ് മാറ്റി ഇതിലോട്ട് കൊണ്ടുവന്നത്. അപ്പം അവരുടെ ഗ്രൂപ്പിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടും അനിമോൾ എഗെയിൻസ്റ്റ് ആയിട്ടും ഈ പറയുന്ന ആർക്കണം നമ്മുടെ ഷാനവാസിന് എഗെയിൻസ്റ്റ് ആയിട്ടും കളിക്കാൻ വേണ്ടിയിട്ട് ആളെ കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോലി ഈ പറയുന്ന നമ്മുടെ കലാഭവൻ സരികയുടെ. പിന്നെ ഷാരികയ്ക്ക് കൊണ്ടും ഒന്നിനും പറ്റത്തില്ല. ഒരു ഹോട്ട് സീറ്റ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കണ അലയ്ക്കുമെന്നല്ലാതെ വേറെ ഒരു ഇതുമില്ല. മനസ്സിലായോ? പിന്നെ ആര്യൻ കത്തോലിയ, ഞാൻ പറഞ്ഞല്ലോ, ആര്യൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ ജിസേലിന്റെ നമ്പർ 1 പാവാട വള്ളി അവനാണ്. പിന്നെ ഇത്രയും വരെയാണ് നമുക്കിപ്പോ ഉള്ളത്. അപ്പോ ഇതൊക്കെയാണ് ഇതുവരെയുള്ള പിന്നെ എന്റെ ഒരു വിലയിരുത്തൽ. ഇതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ടോപ്പ് വോയിസ് പറയുകയാണെങ്കിൽ ടോപ്പ് 1 ഞാൻ അനുവിനെ പറയും, രണ്ടാമത് ഷാനവാസിനെ പറയും, മൂന്നാമത് അനീഷിനെ പറയും, പിന്നെ നാലാമത് അഞ്ചാമതൊക്കെ പറഞ്ഞ ആരെ വേണ പറയാം. ഈ 3 പേരെ എനിക്കിപ്പോ എടുത്തു പറയാനായിട്ടുള്ളൂ. പ്യുവറായിട്ട് ഒരു ഗെയിമിലായിട്ട് ഈ പറയുന്ന ഒരു കണ്ടന്റ് മേക്കിംഗ് ആയിട്ട് പോകുന്നത് ഈ 3 പേരാണ്. ബാക്കി വരുന്ന അക്ബർ ആയിക്കോട്ടെ, ഈ അക്ബർ നമുക്ക് കണ്ടന്റ് തരുന്നുണ്ട്, ജിസേല് കണ്ടന്റ് തരുന്നുണ്ട്, ഈ പറയുന്ന പിന്നീട് നമ്മുടെ ആരാണ് നമ്മുടെ അപ്പാനി, ഇതൊക്കെ കണ്ടന്റ് തരുന്നു. പക്ഷെ ടോപ്പ് 3 പറയുകയാണെങ്കിൽ അനുമോള്, ഷാനവാസ്, അനീഷ്. നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.